മനസ്സിലായി. ട്രിക്ക് വർക്കാവുന്ന സ്ഥലത്ത് കിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. പിന്നെ എവിടെയാണോ കിക്ക് ആവശ്യമുള്ളത് അവിടെ ട്രിക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇന്ന് നമ്മുടെ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്നറിയാമോ? ഇന്ന് നമ്മളിവിടെ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ നമ്മുടെ റെസ്പെക്ട് രേഖപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല ടീച്ചേഴ്സ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളായിരിക്കും ചെയ്തത്. അയ്യോ മേയറെ, പിള്ളേരിൽ തന്നെ ഇതുവരെ പോയിട്ടില്ലേ? എപ്പോഴെങ്കിലും എന്റെ മേലാണല്ലോ കുറ്റം ചുമത്തുന്നത്. അതുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കുള്ള കുറ്റം എവിടെയാണ് കണ്ടെത്തണം. അതാണ് കാര്യം, മനസ്സിലായോ? പറയുന്നതേ ആ കാണുന്ന സ്പീക്കറിലെന്തോ പ്രശ്നമുണ്ടെന്നാ. മേയർ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സ്കൂളിൽ ഇത്ര പ്രാവശ്യം കുക്കർക്ക് കോഴിയായിട്ട് അതിന് ഞാൻ പറഞ്ഞു വന്നത്. അയ്യോ മേയറെ, വേഗം പോകണമെന്ന് തുടങ്ങ്. ഇത്രയും സമയം സനിത പോലും എടുക്കാറില്ല സ്റ്റാർട്ടാകുന്ന കാര്യത്തിൽ. പിന്നെ നമുക്കൊന്ന് തുടങ്ങിയേക്കാം കൾച്ചറൽ പ്രോഗ്രാം. നമ്മുടെ ഈ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് മിസ്റ്റർ ഡിനി ടീച്ചേഴ്സിനെ ബഹുമാനപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഡാൻസ് ഐറ്റം പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. അല്ല, ഈ അവസരം എന്താ ബ്ലിങ്കാവുന്നേ? ഇവിടെ എന്താ ഉള്ളത്? ഞാനും ഡാൻസ് കളിക്കും, മറ്റുള്ളവരെ ഡാൻസ് കളിപ്പിക്കും. പക്ഷേ ഇവിടെ അപകടമുള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ. ആയിരിക്കാം. പക്ഷേ ആശ്രമത്തിൽ ജനറലി ഫോൾസ് എല്ലാം വരാറില്ല. ഞാനൊരല്പം അലേർട്ടായിരിക്കണം. ഒരുപാട് അലേർട്ടായിട്ടിരിക്കണം കേട്ടോ. അലേർട്ടായിട്ടിരിക്കാനേ ഞാനൊരു ജ്യൂസ് കുടിച്ചോട്ടെ.
വ്യത്യസ്തമായ രീതിയിൽ ഡാൻസ് കളിക്കാൻ പോകണം. അത് നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇനി കാണാൻ പോകുന്നില്ല. Presenting the real break dance. Cow, coo, cow. കൈയടിക്ക്. എനിക്ക് ഡേഞ്ചർ ഡാൻസിന്റെ ഡാൻസ് പോലും ഡേഞ്ചറസ് ആയിട്ടാണ് തോന്നുന്നത്. അയാളെല്ലാം തകർക്കുന്നത് കാണാനേ പറ്റൂ. ഡേഞ്ചർ ഡാൻസോ, നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. ഡാൻസ് സെലിബ്രേഷന് വേണ്ടിയാ ചെയ്യുന്നത്, ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടല്ല. നീ ഈ ഡാൻസ് നിർത്തിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യും. ഇത് ഡേഞ്ചർ ഡാൻസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാനും ഡാൻസ് കളിക്കും, മറ്റുള്ളവരും ഡാൻസ് കളിക്കും. ആരെങ്കിലും എന്റെ താളത്തിന് തുള്ളിയേ പറ്റൂ. ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ്. മോനെ ഡേഞ്ചർ അല്ലല്ല മോനെ ഡാൻസർ അല്ല മോനെ ഡേഞ്ചർ ഡാൻസർ നിങ്ങൾ അല്പം റെസ്റ്റ് എടുക്കും മോനെ ടീച്ചേഴ്സ് ഇനി നിങ്ങളെല്ലാവരും ചേർന്ന് ദയവ് ചെയ്ത് ഡാൻസ് കളിക്കൂ കൊച്ചു പിള്ളേരുടെ പിടിവാശി അത് നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റൂ നിങ്ങളും അവരൊപ്പം ചേർന്ന് ഡാൻസ് കളിക്കേ. മോനെ ഈ പ്രായത്തില് ഈ ഡാൻസ് ഒന്നും എനിക്ക് ശരിയാവില്ലെന്ന് തോന്നുന്നു. ഏത് പ്രായത്തിലും അത് നിങ്ങൾക്ക് ശരിയാവില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഡേഞ്ചർ ഡാൻസോ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. ടീച്ചേഴ്സിനെയും മേയറിനെയും ഇങ്ങനെ നിർബന്ധിച്ച് ഡാൻസ് കളിപ്പിക്കുന്നത് വളരെ വലിയ തെറ്റാ. നിർബന്ധിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നതോ? ആ ടീച്ചേഴ്സ് എന്നെ കൊച്ചു പ്രായത്തിൽ ഡാൻസ് ചെയ്യാൻ അനുവദിച്ചില്ല. ഒരുപാട് ഹോംവർക്ക് തന്നോണ്ടിരിക്കും. എനിക്ക് ഡാൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പഠിച്ചിട്ട് ഞാൻ ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കി. പിന്നെ ഈ ഗാഡ്ജറ്റ്സ് വെച്ച് ഞാൻ എല്ലാവരും ഡാൻസ് കളിപ്പിക്കും. ഇതൊക്കെ റോങ്ങാണ്. നീ ആരെയും ഒരു കാര്യത്തിന് നിർബന്ധിക്കരുത്. തീർച്ചയായും ഞാൻ ചെയ്യും. ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഞാൻ നിന്നെ തടഞ്ഞു നിർത്തും. എന്നാ ശരി, തടഞ്ഞു നിർത്താൻ പറ്റുമെങ്കിൽ തടഞ്ഞു നിർത്ത്. ഞാൻ പകരം വിട്ടാൻ വിചാരിച്ചാൽ ചെയ്തിരിക്കും. ഇവരെല്ലാവരും എന്നെ ഡാൻസിംഗ് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചു. എന്നെ കൊണ്ട് പഠിപ്പിച്ചു. പിന്നെ ഞാൻ അവിടെ പഠിത്തം നിർത്തിയിട്ട് എന്നെ പോലെ ഡാൻസ് കളിപ്പിക്കും. സോറി, പക്ഷേ നമുക്ക് സ്റ്റഡീസും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആ. ഞാൻ നിന്റെ ബെനിഫിറ്റിന് വേണ്ടി സംസാരിക്കുന്നത്. പക്ഷെ നീ എനിക്ക് ലെക്ചർ തരാണല്ലേ. പക്ഷെ ഇതിനൊന്നും എന്റെ കൈവശം സമയമില്ല. നിന്നെ ഡീൽ ചെയ്യാൻ എന്റെ ഈ ഡാൻസിംഗ് ഹാറ്റ് മാത്രം മതി. Well done, my dear dancing car.
എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. ആ വണ്ടി കയറിയിരിക്കെ. ഇനി നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ജീവിക്കും. അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഡാൻസിംഗ് ലെസൺസ് പഠിപ്പിച്ചു തരാം. എല്ലാവരും കയറിയിരിക്കെ.